ക്ലാസ്സിൽ നമുക്ക് 10th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ ഡെഫിനേഷനും മീനിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് 2 ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. അതായത് അക്കോർഡിംഗ് ടു വാറൻ ബെന്നിസ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ചില ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, സ്ട്രക്ചർ ഓർഗനൈസേഷൻ്റെ അതിനൊക്കെ മാറ്റം കൊണ്ടുവരിക. സോ ദാറ്റ് ദേ ക്യാൻ ബെറ്റർ അഡാപ്റ്റ് ടു ന്യൂ ടെക്നോളജീസ്. അതുവഴി അവർക്ക് പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് കണ്ടെത്താൻ പറ്റും, പുതിയ ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുതിയ മാറ്റത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പഴയതായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ തന്നെയാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്. OD ഈസ് എ പ്രോസസ് ഓഫ് പ്ലാൻഡ് ചേഞ്ച്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഡിസൈൻഡ് ടു ഹെൽപ്പ്. ഇനി എന്തിനു വേണ്ടിയാണ് ആ മാറ്റം കൊണ്ടുവരുന്നത്? ഹെൽപ്പ് ഓർഗനൈസേഷൻ അച്ചീവ് ദെയർ ഗോൾസ് ആൻഡ് ഓപ്പറേറ്റ് മോർ ഇഫക്റ്റീവ്ലി. ഏറ്റവും പഴയതിലും നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് ഓർഗനൈസേഷൻ്റെ ഗോളുകളെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ തന്നെയാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ പറയാനുള്ളത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡെഫിനേഷൻ തന്നെ ക്ലിയർ ആണല്ലോ എന്തിനാണ്. അപ്പോൾ പ്ലാൻഡ് എന്ന് പറയുന്നുണ്ട്. ഇത് അറിയാതെ സംഭവിക്കുന്ന ഒരു ചേഞ്ച് അല്ല, അത് നമ്മൾ മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ അതിനൊരു മാറ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു ലോങ് റേഞ്ച് അപ്രോച്ചാണിത്. ആൻഡ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി അതിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂഷ്വൽ, ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി പെർഫോമൻസിനൊക്കെ ഇവിടെ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത് ലോങ് ടേമിലേക്ക് വരുന്നതുകൊണ്ട് എന്നേക്കും നമുക്ക് ശാശ്വതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള മാറ്റങ്ങൾ അവിടെ അതൊന്നും ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഓർഗനൈസേഷൻ വൈഡ്. ഇനിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പം ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒരു ഡിപ്പാർട്ട്മെന്റോ ഒരു സെക്ഷനോ മാത്രമല്ല, ഒരു മൊത്തം സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു ഹോൾ ഓർഗനൈസേഷൻ തന്നെയാണ് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാനേജ്ഡ് ഫ്രം ദ ടോപ്പ്. ഇനി ഇത് നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇതിന് ആദ്യം ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. അവർ തന്നെയാണ് അതിൻ്റെ മോഡൽ ആവേണ്ടത്, നോട്ട് ജസ്റ്റ് സപ്പോർട്ട് ഇട്ട്. വെറുതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവർ തന്നെ റോൾ മോഡൽ ആയിക്കൊണ്ട് അവിടെ തന്നെയാണ് ആ മാറ്റം കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ബൈ ഇൻ ആൻഡ് ഓണർഷിപ്പ് വർക്കേഴ്സ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ മൊത്തത്തിൽ ബൈ വാങ്ങുക, അതല്ലെങ്കിൽ അത് മീൻസ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വർക്കേഴ്സും കൂടി ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് അതിൽ വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്രീസ് ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ് ആൻഡ് ഹെൽത്ത്. ഈ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ മുതൽ നല്ല രീതിയിൽ ഓർഗനൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും എഫിഷ്യൻ്റ് ആയിട്ടും കുറച്ചുകൂടി കോമ്പറ്റീറ്റീവായിട്ട് അലൈൻ ചെയ്യാനും അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷൻ്റെ സിസ്റ്റവും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒരു നല്ലൊരു ടേംസ് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു. പ്ലാൻഡ് ഇൻ്റർവെൻഷൻസ്. നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ഓരോ ആക്ടിവിറ്റീനെ എങ്ങനെ മാക്സിമം യൂസ് ചെയ്യണം, എങ്ങനെയാണ് അത് മൊത്തം സിസ്റ്റം വൈഡ് ആയിട്ടും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓർഗനൈസേഷനിൽ കൊണ്ടുവരണമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ടാവും. യൂസിങ് ബിഹേവിയറൽ സയൻസ് നോളേജ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും കമ്പൈൻ ചെയ്യുന്ന കാര്യം കൂടുതൽ റിസർച്ചുകൾ നടക്കുന്ന ഒരു വിഭാഗമാണ്, കൂടുതൽ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. എങ്ങനെ ജനങ്ങളെ കൂടുതൽ മനസ്സിലാക്കാം, എങ്ങനെ നമ്മുടെ കൺസ്യൂമേഴ്സ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ബിസിനസ്സിൻ്റെ ഒരു സിസ്റ്റം ആണെങ്കിലും അവരുടെ ഇൻട്രാക്ഷൻ ആണെങ്കിലും അതെല്ലാം എങ്ങനെ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ODയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ്, അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ പേഴ്സണൽസ്, ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ വഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യുക. കൂടുതലായിട്ടുള്ള സിസ്റ്റത്തിനെ റിസർച്ച് ചെയ്യുക. ഓർഗനൈസേഷനിൽ നിലവിലുള്ള സിസ്റ്റത്തിനെ എങ്ങനെ റിസർച്ച് ചെയ്യാം, എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യാം, എല്ലാവർക്കും കൂടി കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലും അതിൻ്റെ ഗോളുകൾക്കൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കാം. ആൻഡ് ഐഡൻറ്റിഫൈയിങ് അപ്രോച്ചസ് ഓർ ഇൻ്റർവെൻഷൻസ് ടു ഇംപ്രൂവ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. നമ്മുടെ ഓർഗനൈസേഷനും അവിടെ വർക്ക് ചെയ്യുന്ന പീപ്പിളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു ജനങ്ങളും ഓർഗനൈസേഷൻസിനെയും ഏറ്റവും നല്ല രീതിയിൽ നല്ല അവരെ തിരഞ്ഞെടുത്ത് തന്നെ അവർക്ക് അനുസൃതമായിട്ടുള്ള ഒരു അപ്രോച്ചുകൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് പറയുന്നത്.
അപ്ലൈയിങ് അപ്രോച്ചസ് ടു ഇംപ്രൂവ് എഫക്റ്റീവ്നെസ്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നിലവിലുള്ള മെത്തേഡ്സ് ഒക്കെ ഒന്ന് മാറ്റുക, ഇഫക്റ്റീവ്നെസ് ഒന്ന് കൂട്ടുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന അപ്രോച്ചുകളും അത് എത്രത്തോളം ഇഫക്റ്റീവാണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്, അതിനെ ഒരു വിലയിരുത്തൽ കൂടി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഓഡി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം എന്താണ്. ഇനി ഇതിൻ്റെ ആവശ്യം, ഒരു ഫേമിൽ ഒരു ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും ഇത് കൊണ്ടുവരുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ ബെറ്ററായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവരുടെ പ്രവർത്തനം തന്നെയാണ് ആ ബിസിനസ്സിൻ്റെ സക്സസ്സും ഫെയിലിയറും എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവരെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ വർക്ക് പ്ലേസ്. വർക്കേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഫീഡ്ബാക്കാണ് അവരുടെ പെർഫോമൻസിനെ കുറിച്ച്. കാരണം ആ ഒരു അക്കംപ്ലിഷ്മെൻ്റ് അവർക്ക് കിട്ടുക, ഒരു ഫീലിംഗ്, ഒരു വാല്യൂ, വർത്ത് അവർക്ക് കിട്ടുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ കമ്മിറ്റഡ് ആയിരിക്കുക, അത്തരത്തിലുള്ള ഒരു വർക്ക് പ്ലേസ് ആണ്. അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ക്ലൈമറ്റ് അവിടെ ചേഞ്ച് ചെയ്യാനുള്ള, അതിൻ്റെ മോർ എഫിഷ്യൻ്റ് ആവണം, അവർ കൂടുതൽ ടൈം മാനേജ്മെൻറ്റ് പാലിക്കാൻ പറ്റണം. അതുവഴി ഓർഗനൈസേഷനിൽ കൂടുതൽ വർക്കുകൾ ചെയ്യുക, കൂടുതൽ വർക്കും കുറവ് എംപ്ലോയീസുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കാരണം ഒരു എഫിഷ്യൻസി വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഗ്ലോബൽ മാർക്കറ്റാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ എപ്പോഴും ആ മാറ്റങ്ങൾക്ക് അധിഷ്ഠിതമായതും പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നതും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റുന്നതും ഒക്കെ ആയി മാറണം. കാരണം കൂടുതൽ റെസ്പോൺസിബിൾ ഉണ്ടാവുക, ക്ലോസർ പാർട്ട്ണർഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും മാറ്റങ്ങളെ അവർ സർവൈവ് ചെയ്യണം, അതിജീവിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ആർഗ്യൂ വി ഷുഡ് അറ്റാക്ക് ദ പ്രോബ്ലംസ് നോട്ട് ദ സിംറ്റം. നമ്മളെപ്പോഴും ആ ഒരു പ്രശ്നം എന്താണോ അതിനെതിരെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, അല്ലാണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങൾ കണ്ട് അവിടെയല്ല നമ്മൾ അതിനെ ക്യൂർ ചെയ്യേണ്ടത്. അത് സിസ്റ്റമാറ്റിക് ആയിട്ടും പ്ലാൻഡ് ആയിട്ടും ഹ്യൂമൻ മാനറും ബേസ് ചെയ്തുകൊണ്ട് വേണം അത് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഓഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇനി ഓഡി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് പ്രോസസ്സുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ആ പ്രോസസ്സ് നോക്കാം. കാരണം ഏതൊരു ഓർഗനൈസേഷൻ്റെയും പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രോബ്ലം എല്ലാ ഏരിയയിലും ഓർഗനൈസേഷൻ്റെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഒരിക്കൽ ആ പ്രോബ്ലം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആ ഒരു ഡാറ്റ എന്താണെന്ന് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ എക്സാക്റ്റ് പ്രോബ്ലം ഈസ് ഐഡൻറ്റിഫൈഡ്. നമ്മൾ കൃത്യമായിട്ട് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഇനി കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൽ വരുന്നത്. കാരണം ഈ മെത്തേഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ടി വരും, ക്വസ്റ്റനെയർ കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യാം. ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലം എത്രത്തോളം സോൾവ് ചെയ്ത് കിട്ടണം, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കതിനൊരു ആക്യുറസി വേണം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. അപ്പോൾ പ്രോബ്ലം മനസ്സിലാക്കി അതിനുള്ള വിവരങ്ങൾ ശേഖരിച്ചു, ഇനി അതിനെ നമ്മൾ എന്തെങ്കിലും കൃത്യമായിട്ട് വിദഗ്ധ പരിശോധന നടത്തുക, അതാണ് ഡയഗ്നോസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൺസിഡറബിൾ സ്കിൽസ്, ഏതൊരു അനാലിസിസിനും സാധ്യമായിട്ടുള്ള എല്ലാ സ്കിൽസും ഉപയോഗിക്കുക, അതിനെ ഒബ്സർവ് ചെയ്യുക, കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുക. പ്രോബ്ലംസൊക്കെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ മെമ്പേഴ്സൊക്കെ വളരെ വെയ്ഗായിട്ട് ആംബിഗ്യൂസ് ടേംസിലാണ്, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ വന്നാൽ ഫെയിലിയറാണ് ഈ ഒരു സിസ്റ്റം. കാരണം ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ആ അൺക്ലിയറായി കിട്ടുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു, അത് കെയർഫുള്ളായി അനലൈസ് ചെയ്തു, എക്സാമിൻ ചെയ്തു, അതിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തു, ജഡ്ജ്മെൻറ്റ് നടത്തി. അപ്പോൾ ഡയഗ്നോസിസ് ഒരിക്കലും ലിമിറ്റ് ചെയ്യുന്നില്ല. ഒരു സിംഗിൾ പ്രോബ്ലം കിട്ടി അത് സോൾവ് ചെയ്ത് അതോടെ കഴിയുന്നില്ല. ഫാക്ടേഴ്സ് പലതും അതിൻ്റെ ആറ്റിറ്റ്യൂഡുണ്ട്, അസംഷനുണ്ട്, റിസോഴ്സുകളുണ്ട്, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി കൺസൾട്ട് ചെയ്യണം. അപ്പോൾ സർവേസൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യേണ്ടി വരും, കൂടുതൽ ക്വസ്റ്റനെയർ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. To know the attitude of employees, diagnosis ultimately helps to understand the source of the problem. നമ്മൾ വിശദമായി പരിശോധിച്ചാലാണ് അതിൻ്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലം എന്താ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനുശേഷം അതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്തു, പിന്നെ അതിന് കൃത്യമായിട്ട് പരിശോധന നടത്തി.
ഇനി പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പ്രോബ്ലമൊക്കെ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഓഡി ഇൻ്റർവെൻഷൻസ് ഇവിടെയാണ് ഈ ഓഡിയുടെ പ്രാധാന്യം വരാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഇതിൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് എന്താണ് ആക്ഷൻ നമ്മളെടുത്തത്, ഈ ഒരു പ്രോസസ്സിൽ ഇതിനെ സോൾവ് ചെയ്യാൻ എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ച പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ ഒരു ഓർഗനൈസേഷനെ അതിൻ്റെ ക്ലയൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എത്രത്തോളം നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം പ്ലാൻ ചെയ്തു എന്നുള്ള കാര്യം, അതാണ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. നല്ല ഇഫക്റ്റീവായിട്ടൊരു ഓഡി പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. അഞ്ചാമത്തേൽ നമ്മൾ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, ആ പോരായ്മകളൊക്കെ നികത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഇനി പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിനെക്കുറിച്ച് ഒരു ഇവാലുവേഷനും ഒരു ഫീഡ്ബാക്ക് നിർബന്ധമായി വേണം. കാരണം എന്നാലാണ് അത് സക്സസ്ഫുൾ ആയോ ഇല്ലേ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഫൈനൽ സ്റ്റേജ് അതാണ്, അതിൻ്റെ ഇവാലുവേഷനും ഫീഡ്ബാക്കുമാണ്. അപ്പോൾ ഈ ഒരു ഇവാലുവേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ നടത്തിയോ ഇല്ലയെന്ന് അറിയാൻ പറ്റുക. കാരണം ഓഡി പ്രോസസ്സ് എപ്പോഴും പല സ്റ്റേജസ് ആയിട്ടാണ് നടത്തുക. ആ ഓരോ സ്റ്റേജിലും അവിടെ നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യതകളും ഫോൾട്ടും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവാലുവേഷനും ഫീഡ്ബാക്കും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ആക്ടിവിറ്റീസും സാറ്റിസ്ഫാക്ടറിലി കംപ്ലീറ്റ് ആണോ അല്ലേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫർദർ വർക്ക് ആവശ്യമുണ്ടോ, അത് പ്രൊസീഡ് ചെയ്യണ മുന്നേ, അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓഡി പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന എപ്പം മാത്രമാണ് നമുക്ക് ഫീഡ്ബാക്കും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി കിട്ടുന്നതോട് കൂടിയാണ് ഈ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആരാണ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ബൈ മീൻസ് ഓഫ് റിപ്പോർട്ട്സ് ഫ്രം എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ആ റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും കിട്ടണം. അപ്പോൾ ഇമോഷണൽ എലമെൻറ്റ്സ് അതിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഫീഡ്ബാക്കിൽ നിന്ന്. റിയൽ പൾസ് മാത്രം, ആ സിറ്റുവേഷൻ്റെ കറക്റ്റായിട്ടുള്ള റിയൽ പൾസിനെ മാത്രം എടുത്ത് കറക്റ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് എപ്പോഴും നമുക്ക് അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് പ്രസൻറ്റ് സിസ്റ്റവുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരാൻ തോന്നിക്കഴിഞ്ഞാൽ അത് മോഡിഫിക്കേഷനൊക്കെ വരുത്താനും കൂടി ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പഠിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടി അത് ഒരു ഫോമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇനി അതിൻ്റെ അത്രയും അത്യാവശ്യം എന്തിനാണ്, എന്തുകൊണ്ടാണ് നമ്മളിത് ഇത്രയും അത്യാവശ്യമായി കണക്കാക്കാനുള്ള കാരണം, പിന്നെ പ്രധാനപ്പെട്ട 5 സ്റ്റേജസിലൂടെ ഈ പ്രോസസ്സ് നടക്കുന്നത്, പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക, അതേപോലെ കൃത്യമായിട്ട് പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും നടത്തുക, അതിന് ഇവാലുവേറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ, ആകെ നമുക്ക് വളരെ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. എന്നാലും നമുക്ക് കുറച്ചായിട്ട് തന്നെ പഠിച്ച് ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാം. പരീക്ഷ 1-ാം തീയതി ആയതുകൊണ്ട് നമ്മൾ ആ സമയം ആകുമ്പോഴേക്കും എടുത്ത് തീർന്ന് പറ്റാവുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് തരാം. നിങ്ങൾ നന്നായിട്ട് ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നെടുത്ത ഈ ഒരു ടോപ്പിക്കുകൾ അത് വൃത്തിയായിട്ട് നമ്മൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ നല്ല ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്